സോഷ്യൽ മീഡിയ ഒരു കോടതിമുറിയാണ്. കഴിഞ്ഞ ദിവസം ഒരു ലേഡി തനിക്ക് നേരിട്ടത് എന്നവകാശപ്പെടുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയുടെ പ്രചരിപ്പിക്കുകയുണ്ടായി. ആ സോഷ്യൽ മീഡിയ റീലിൽ ഉണ്ടായിരുന്ന പ്രതിയുടെ സ്ഥാനത്ത് നിർത്തപ്പെട്ടിരുന്ന മനുഷ്യൻ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് നിസ്സഹായാവസ്ഥയിൽ അത് ചെയ്തു എന്ന് പറയുന്നതാണ് ശരി. ഈ ഒരു സോഷ്യൽ മീഡിയ റീലിൽ കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മൾ സ്ത്രീകൾ പലയിടത്തും പൊതുവിടങ്ങളിൽ പരസ്യമായും രഹസ്യമായിട്ടും അബ്യൂസ് ചെയ്യപ്പെടാറുണ്ട്. അത്തരത്തിൽ അബ്യൂസ് ചെയ്യപ്പെട്ട ജെനുവിനായിട്ട് അബ്യൂസ് ചെയ്യപ്പെട്ട ഇരകൾക്ക് എതിരെ നോക്കി മുഖം കുത്തി കൊഞ്ഞരം കാട്ടുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് മറ്റൊരു സ്ത്രീയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. ഒരു സ്ത്രീകളും മറ്റാരോടും സ്വന്തം സോഷ്യൽ മീഡിയയിലുള്ള റീച്ചിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ചെയ്യരുത് എന്നുകൂടി എനിക്ക് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. കാര്യത്തിലേക്ക് വരാം. ആ റീൽ കണ്ടിട്ടുള്ളവർക്കറിയാം, ആ സ്ത്രീയെ ആ പുരുഷന്റെ തൊട്ടടുത്ത് ചെന്ന് നിന്ന് റീൽ എടുക്കുന്ന പോലെയാണ് തോന്നിയത്. കാരണം അവരാദ്യം നിന്നിരുന്ന പൊസിഷനിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്ന പുരുഷന്റെ അടുത്തേക്ക് നിന്ന് അദ്ദേഹത്തിന്റെ കൈ ഇവരുടെ മാറിൽ തട്ടുമ്പോൾ ഇവരുടെ മുഖത്തുണ്ടായിരുന്ന ഒരു ഭാവം എന്ന് പറയുന്നത്, ഞാൻ എന്താണോ ആഗ്രഹിച്ച് ഇവിടെ വന്ന് നിന്നത് ആ വിഷ്വൽസ് ഇതാ ക്യാപ്ചർ ആയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എനിക്കറിയാം കുറേയേറെ ആൾക്കാർ ഈ സ്ത്രീയെ അനുകൂലിക്കുന്നവരുണ്ടാവാം. പക്ഷേ എനിക്ക് മനസ്സിലായത് ഒരു പബ്ലിക് റീച്ചിന് വേണ്ടിയിട്ട് ഇത് ചെയ്തു എന്നാണ്. ഇതിനകത്ത് അപകടം എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ ഏതെങ്കിലും പൊതുവിടങ്ങളിൽ വെച്ച് അപമാനിക്കപ്പെടുന്ന, അബ്യൂസ് ചെയ്യപ്പെടുന്ന, ദുരുപയോഗം ചെയ്യപ്പെടുന്ന സ്ത്രീകൾക്ക് ഒരു സ്വന്തം വോയിസ് ഉയർത്താൻ ഒരു സ്പേസ് ഇല്ലാതാക്കുകയാണ് ഇവരെ പോലെയുള്ള സ്ത്രീകൾ ചെയ്യുന്നത്. എനിക്ക് വ്യക്തിപരമായിട്ട് ഈ സ്ത്രീയെ അറിയുകയോ ഒന്നുമില്ല. പക്ഷെ ആ മനുഷ്യനെയും എനിക്കറിയില്ല. ഇപ്പോൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന മനുഷ്യനെയും എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിനൊരു കുടുംബമുണ്ട്, അദ്ദേഹത്തിനും സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. താൻ മനസാവാച അറിയാത്ത ഒരു കാര്യത്തിൽ ചെന്ന് പെട്ടുപോയത് കൊണ്ട് അദ്ദേഹം സ്വന്തം ജീവിതം തന്നെ തീർത്ത് കളയാം എന്ന് വിചാരിച്ച ഒരു മനുഷ്യൻ, നിസ്സഹായനായ ഒരു മനുഷ്യനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ഒരു പ്രശ്നത്തെ എങ്ങനെയൊക്കെ ഭാവിയിൽ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്ത് വെച്ചിട്ട് താൻ അപമാനിക്കപ്പെട്ടു എന്നുള്ള രീതിക്ക് ഒരു സ്ത്രീക്ക് ഇതുപോലെ അതിനെ യൂട്ടിലൈസ് ചെയ്ത് റീച്ച് ഉണ്ടാക്കാം. യഥാർത്ഥത്തിൽ അപമാനിക്കപ്പെടുന്ന സ്ത്രീക്ക് അത് വിളിച്ചു പറയാൻ നിയമം കൂട്ടിനില്ലാത്ത സമയത്ത് വിളിച്ചു പറയാനുള്ള ഒരു സ്പേസ് ഇല്ലാതാക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. ഒരു വിശ്വാസ്യത എന്ന് പറയുന്ന കണ്ടന്റാണ് ഇവരെടുത്ത് ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇതൊക്കെ കാണുമ്പോൾ ആരോടൊപ്പം നിൽക്കും എന്നാണ്. രണ്ടാമത്, ഇവിടെ ഒരു നിയമവ്യവസ്ഥതയുണ്ട്. ദയവായി നിയമത്തിന്റെ സഹായം തേടുക. നിങ്ങൾ വീഡിയോ എടുക്കുകയോ ലൈവ് ഇടുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. പക്ഷെ അത് പരസ്യപ്പെടുത്തുന്നതിന് മുൻപ് നിയമത്തിന്റെ സഹായം തേടുന്നതാണ് ഭംഗി. ഇനി അതല്ല, തീരെ നിവർത്തികെട്ട സ്ഥലത്ത് നമുക്ക് ലൈവ് വരാം. ഈച്ച് ആൻഡ് എവറി കോർണർ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ലൈവ്. അതായിരുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇവർ നിൽക്കുന്ന ആ പൊസിഷനും അവർ പിന്നീട് മാറി നിന്ന് ക്യാപ്ചർ ചെയ്ത വിഷ്വലും കണ്ടന്റിന് വേണ്ടി മാത്രമാണ്.